ഹായ് ഗീക്സ്, വെൽക്കം ടു ജിഷ്ണു ഗീക്സ്. ഇന്ന് നമ്മുടെ ഡോക്ടർ ക്രാഷ് കോഴ്സിന്റെ ഡേ 6 സെക്ഷൻ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഡോക്ടർ വോളിയൂംസ്, എന്തിനാണ് ഡോക്ടർ വോളിയൂംസ് യൂസ് ചെയ്യുന്നത്, പിന്നെ അതിന്റെ ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ്, അതിനുശേഷം എന്താണ് ഡോക്ടർ നെറ്റ്വർക്ക്സ്, എന്തിനാണ് ഡോക്ടർ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ബേസിക് കമാൻഡ്സ്. ഇതൊക്കെ നമ്മൾ ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് ആയിട്ട് ഒരു പ്രൊജക്റ്റിൽ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡോക്ടർ വോളിയൂംസ്, എന്തിനാണ് ഡോക്ടർ വോളിയൂംസ് യൂസ് ചെയ്യുന്നത് പറയാം. പേര് കേട്ടാൽ തന്നെ അറിയാം, വോളിയം മീൻസ് ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം. ഓക്കെ, സോ ഇതിന്റെ ഡെഫിനേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എ വോളിയം ഇൻ എ ഡോക്കർ ഈസ് എ സ്പെഷ്യൽ ഫോൾഡർ managed by Docker where your container can save data permanently. Okay, even if the container is deleted. നമ്മളുടെ കണ്ടെയ്നറിന്റെ ഡാറ്റ പെർമനന്റ്ലി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഡോക്ടർ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതെന്തിനാണ് യൂസ് ചെയ്യുന്നുള്ള പോയിന്റ്സ് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കമാൻഡ്സിനെ കുറിച്ച് പറയാം. ഇവിടെ ഇപ്പോൾ 5 കമാൻഡ്സ് ഉണ്ട്. ഫസ്റ്റ് കമാൻഡ് വോളിയം ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡാണ്. അത് ഡോക്ടർ വോളിയം ക്രിയേറ്റ് മൈ വോൾ എന്ന് വെച്ചാൽ അതിന്റെ വോളിയത്തിന്റെ പേര് നമ്മൾ കൊടുക്കുന്നതാണ്. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വോളിയം ക്രിയേറ്റ് ആവുന്നതാണ്. പിന്നെ ഡോക്ടർ വോളിയം LS എന്ന് വെച്ചാൽ ലിസ്റ്റ് ചെയ്യും ഏതൊക്കെ വോളിയംസ് ക്രിയേറ്റ് ആയിട്ടുണ്ടെന്ന്. പിന്നെ അത് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും, ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പിന്നെ അത് റിമൂവ് ചെയ്യാൻ പറ്റും, അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കമാൻഡ്സ് ആണ് ബേസിക് ആയിട്ടുള്ളത്. കണ്ണ് പേടിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ് ഡോക്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയാം. ഡോക്ടർ നെറ്റ്വർക്ക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക്സ് എന്ന് നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ നെറ്റ്വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് നെറ്റ്വർക്ക്. അപ്പോൾ ഡോക്ടറിന്റെ കേസിലാകുമ്പോൾ കണ്ടെയ്നേഴ്സ് നമ്മളുള്ള കമ്മ്യൂണിക്കേഷനും കണ്ടെയ്നേഴ്സ് ഔട്ട്സൈഡ് ആയിട്ടുള്ള വേൾഡ് ആയിട്ടുള്ള ഇന്റർനെറ്റ് പോലുള്ള ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും പറയുന്നതാണ് നമ്മൾ ഡോക്ടർ നെറ്റ്വർക്ക്സ്. ഇത് ബേസിക്കലി 4 ടൈപ്പാണുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്നാമത് ബ്രിഡ്ജ്, പിന്നെ ഹോസ്റ്റ്, പിന്നെ നണ്ണ്, പിന്നെ ഓവർലേ. ബ്രിഡ്ജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെയ്നർ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബ്രിഡ്ജ് ആണ്. ഇത് ബൈ ഡെഫോൾട്ട് ആയിട്ടുണ്ടാവും നമ്മളെ ഡോക്ടേഴ്സിൽ. പിന്നെയുള്ള ഹോസ്റ്റ് ആണ്. ഹോസ്റ്റ് മെഷീനും ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഹോസ്റ്റ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ നണ്ണ് നെറ്റ്വർക്കിംഗ് ഒന്നുമില്ല, ഐസൊലേറ്റഡ് കണ്ടെയ്നർ ആയിരിക്കും. പിന്നെ ഓവർലേ ഉണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്, ഡോക്കർ നെറ്റ്വർക്ക്സ്. പിന്നെ ഇതിന്റെ ബേസിക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ബ്രിഡ്ജ് നെറ്റ്വർക്ക് എന്താണ് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഒരു ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ കണ്ടെയ്നർ ക്യാൻ ടോക്ക് ഈച്ച് അതർ ഇഫ് ദേ ആർ ഇൻ ദ സെയിം ബ്രിഡ്ജ്. ബ്രിഡ്ജ് നെറ്റ്വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്കറൈസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ആൻഡ് കണ്ടെയ്നറും ബാക്ക് ആൻഡ് കണ്ടെയ്നറും ഉണ്ട്. ഇത് രണ്ടിനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ബ്രിഡ്ജ് നെറ്റ്വർക്ക് എന്ന് പറയും. ഇത് ഇൻബിൽഡ് ആയിട്ട് നമ്മൾ ഡോക്കറൈസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ കണ്ടെയ്നേഴ്സിൽ ഉണ്ടാകുന്നതാണ്. ഓക്കെ, സോ അടുത്തുള്ളത് ഹോസ്റ്റ് നെറ്റ്വർക്ക് ആണ്. ഇത് കമ്പ്യൂട്ടറിന്റെ നെറ്റ്വർക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്നതാണ് ഹോസ്റ്റ് നെറ്റ്വർക്ക്. ഇതിന് പോർട്ട് മാപ്പിങ്ങിന്റെ ആവശ്യമില്ല. നമ്മുടെ കണ്ടെയ്നേഴ്സ് ഹോസ്റ്റ് മെഷീനുമായിട്ട് ഡയറക്റ്റ്ലി, ഇതൊരു ഹോസ്റ്റ് മെഷീൻ ആണെങ്കിൽ ഇത് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഹോസ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കമാൻഡ്സ്, ഡോക്കർ നെറ്റ്വർക്കിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് കമാൻഡ്സ് ആണ്. ഡോക്കർ നെറ്റ്വർക്ക് LS എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ കറന്റ് അവൈലബിൾ ഉള്ള എല്ലാ നെറ്റ്വർക്ക്സും നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. പിന്നെ ഡോക്ടർ നെറ്റ്വർക്ക് ക്രിയേറ്റ് മൈനെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ നെറ്റ്വർക്കിന്റെ പേരാണ്. ഒരു കസ്റ്റം ഇൻ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡാണിത്. പിന്നെയുള്ളത് ഡോക്ടർ നെറ്റ്വർക്ക് ഇൻസ്പെക്ട് ബ്രിഡ്ജ്. അപ്പോൾ നമുക്ക് ബ്രിഡ്ജ് നെറ്റ്വർക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പിന്നെ റിമൂവ് ചെയ്യണമെങ്കിൽ ഡോക്ടർ നെറ്റ്വർക്ക് RM എന്ന് വെച്ചാൽ റിമൂവിന്റെ ഷോർട്ട് ഫോം. മൈനെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന്റെ പേര്. പിന്നെ ഡോക്കർ നെറ്റ്വർക്ക് പ്രൂണ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ്. ഓക്കെ, ഇത്രയാണ് ബേസിക്കലായിട്ട് ഡോക്കർ നെറ്റ്വർക്ക് കമാൻഡ്സ്. ഇനി നമുക്ക് ഹാൻഡ്സ് ഓൺ ആയിട്ട് വോളിയൂംസ് നെറ്റ്വർക്കും നമ്മുടെ പ്രൊജക്റ്റിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. കോഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേ 5 ചെയ്ത് വെച്ച പ്രൊജക്റ്റിൽ തന്നെ നമുക്ക് റിയൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് അത് വാച്ച് ചെയ്തിട്ട് ഇത് കാണാൻ പറ്റുക, ഡേ 6 വീഡിയോ. സോ ജസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത് വെച്ച പ്രൊജക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വോളിയൂംസിൻ്റെ ആണ്. സോ നമ്മുടെ വോളിയൂംസ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടെങ്കിൽ നമ്മൾ YAML ഫയലാണ് ഡിഫൈൻ ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സർവീസസ് ഇവിടെ കണ്ടില്ലേ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണ് നമ്മൾ വോളിയം ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിനായിട്ട് ജസ്റ്റ് ഇതിൻ്റെ സെയിം ഐഡൻറ്റിഫിക്കേഷൻ കീപ്പ് ചെയ്യുക. എന്നിട്ട് പോർട്സിന് താഴെയായിട്ട് വോളിയൂംസിന് ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുക, കോളം കൊടുക്കുക, എൻ്റർ അമർത്തുക, സെയിം ആ ഒരു വരേൻ്റെ അടുത്ത് കൊടുക്കുക, സ്പേസ് ഇടുക, ആപ്പ് ഡാറ്റ :app/logs. ഓക്കെ, ഇങ്ങനെ കൊടുക്കുക. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വോളിയത്തിൻ്റെ നെയിം കൊടുത്തതാണ്. ഈ ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു /app വന്നത്
ഡോക്കർ ഫയൽ നമ്മൾ വർക്ക് ഡയറക്ടറി കൊടുത്തിട്ടുണ്ട്. കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സ്ലാഷ് ആപ്പിൻ്റെ അകത്തായിരിക്കും ആ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ആവുന്നത്. സോ ആ ഒരു സ്ലാഷ് ആപ്പിൻ്റെ ഉള്ളിൽ ലോഗ്സിൻ്റെ അവിടെയാണ് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടെയ്നർ ഈ ഒരു നമ്മുടെ ഇതിൽ സേവ് ചെയ്യുന്ന ഡാറ്റയൊക്കെ സേവ് ചെയ്യേണ്ടത് ഈ ഒരു ഫോൾഡറിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കൊടുത്തത്. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് പേര് കൊടുത്തത്. ഇവിടെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പേര് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു കണ്ടെയ്നറിനുള്ളിൽ വോളിയം ഡിഫൈൻ ചെയ്ത് അതിൻ്റെ പാത്തും കാര്യങ്ങളെല്ലാം കൊടുത്ത് അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് സ്റ്റാർട്ടിങ്ങിൽ വോളിയംസ് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഒരു കോളൻ സ്പേസ് ആ ഒരു പേര് കൊടുത്ത മുകളിൽ നമ്മൾ പേര് കൊടുത്ത ആ ഒരു വോളിയത്തിൻ്റെ പേര് ഇങ്ങനെ ഡിഫൈൻ ചെയ്യണം. എന്നാലേ മാത്രമേ സാധനം വർക്കാവും. ഓക്കെ, ഇത്രയാണ് നമ്മളെ വോളിയം ഡിഫൈൻ ചെയ്യേണ്ട കോഡ്. ഓക്കെ, ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് ഇതിൽ സേവ് ചെയ്യുന്ന ഡാറ്റയൊക്കെ പെർമനൻ്റ്ലി സേവ് ആവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഇതേപോലെ തന്നെ സിമ്പിളാണ് അടുത്ത നമ്മളെ നെറ്റ്വർക്ക്സ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ നെറ്റ്വർക്ക് ചെയ്യാമെന്ന് താഴെ ഇടാം. സോ ഇപ്പോൾ നമ്മൾ വോളിയം ചെയ്തു, പുതിയൊന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ വോളിയം ഇവിടെ ചെയ്തു, അതിൻ്റെ പാത്ത് കൊടുത്തു. അതേപോലെ തന്നെ ജസ്റ്റ് കോപ്പി ചെയ്താൽ സീനാവെന്ന് അറിയില്ല. ജസ്റ്റ് എൻ്റർ അമർത്തുക. ഓക്കെ, ഐഡൻറ്റിഫിക്കേഷനെല്ലാം കറക്റ്റ് ആവുക. ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വോളിയൂംസിന് പകരം നെറ്റ്വർക്ക് കൊടുക്കുക. ഓക്കെ, നെറ്റ്വർക്ക് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈ പാത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നെറ്റ്വർക്കിൻ്റെ പാത്തിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ആപ്പ് നെറ്റ് അതിൻ്റെ ഒരു പേര് മാത്രം കൊടുക്കുക. ഓക്കെ, സിമ്പിൾ. ഇതേ സാധനം ഓക്കെ, നെറ്റ്വർക്ക് എന്നല്ല, നെറ്റ്വർക്ക് വോളിയൂംസ് നെട്ടിന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നെറ്റ്വർക്ക്സ് കൊടുക്കണം. ഓക്കെ, സോ ഇതേ സാധനം നമ്മൾ ഇവിടെയും കൊടുക്കണം. സോ ജസ്റ്റ് കോപ്പി ചെയ്യുക, സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കണം. ഓക്കെ, സോ നെറ്റ്വർക്ക്സിന് താഴെ ആപ്പ് നെറ്റിന് കൊടുക്കുന്നുണ്ടാവും. ഈ ഒരു ഹൈഫണ്ട് ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ കറക്റ്റ് ആക്കുക, ഒരു കോളൻ ഇടുക. പിന്നെയുള്ളത് ഇമ്പോർട്ടൻ്റ് ആയുള്ള സാധനമാണ്. നമ്മളിപ്പോൾ ഏത് നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത് ഡിഫൈൻ ചെയ്യണം. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ബ്രിഡ്ജ് നെറ്റ്വർക്കാണ്. സോ ഡ്രൈവർ BRIDGE. ഓക്കെ, ജസ്റ്റ് ഒരു സ്പേസ് ഇവിടെ കൊടുക്കണം. ഈ ഒരു സംഭവം നീല കത്തണം. ഓക്കെ, ബ്ലൂ കത്തണം, എന്നാലേ കറക്റ്റ് വർക്ക് ആവും. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ സിൻടാക്സ് മെയിൻ ആയിട്ടുള്ളത്, വോളിയൂംസിൻ്റെയും നെറ്റ്വർക്ക്സിൻ്റെയും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്, സീനൊന്നുമില്ല. ഓക്കെ, ഇത് ഇനി ഡോക്കർ കമ്പോസ് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ സംഭവം ഒരു വോളിയൂം നെറ്റ്വർക്കൊക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഡോക്കർ എന്തെങ്കിലും കറൻ്റ്ലി റണ്ണിങ് ഉണ്ടോ? ഇല്ല. ജസ്റ്റ് ഒന്ന് ഡോക്കർ കമ്പോസ് ഒക്കെ പഠിച്ചു നോക്കാം. ഡോക്കർ സംഭവം ബിൽഡ് ആവുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇനി നിങ്ങൾ മറ്റേ PPTയിൽ പഠിച്ച ആ കമാൻഡ്സൊക്കെ ഇത് ബിൽഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് എക്സിറ്റ് അടിച്ചിട്ട് Ctrl+C അടിച്ചിട്ട് ലിസ്റ്റ് ആവുന്നുണ്ടോ നോക്കുക, നെറ്റ്വർക്കും വോളിയൂംസും ഒക്കെ. ആ കമൻ്റൊക്കെ ഇതിൽ ട്രൈ ചെയ്യുക. ഓക്കെ, ഒറ്റയ്ക്ക് ചെയ്താൽ മാത്രമേ പഠിക്കൂ. ഇഷ്യൂ വരുന്ന സമയത്ത് ആ ഇഷ്യൂ കോപ്പി ചെയ്തിട്ട് നെറ്റിൽ ChatGPTയിലോ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ആ ഇഷ്യൂ റിസോൾവ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം നെറ്റ്വർക്കും വോളിയൂംസും ഒക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ റണ്ണിങ് ആണ്. Ctrl+C അമർത്തി സ്റ്റോപ്പ് ചെയ്യുന്നു. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വോളിയൂംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തതിനെ ഒന്ന് നോക്കണം. ഡോക്കർ വോളിയൂം ഡോക്കർ വോളിയൂം എല്ലാം അടിച്ചിട്ടുണ്ടപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വോളിയൂം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഡോക്കർ നെറ്റ്വർക്ക് സംഭവം ബ്രിഡ്ജ് പേരിട്ടുണ്ട്. ഡോക്കർ ആപ്പ് നെറ്റ് എന്നുള്ള പേരിൽ നമ്മൾ ആ ഒരു ബ്രിഡ്ജ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള നെറ്റ്വർക്കും ബാക്കിയുള്ള കമാൻഡ്സും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ Day 6 ടാസ്ക് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റ് ഡോക്കർ വോളിയൂംസും നെറ്റ്വർക്കും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്ലോയ് ആക്കി ടേബിൾ. അതിനുശേഷം നിങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.